പെണ്ണെ, എന്നാടി നീ എൻ്റേത് മാത്രമാവുന്നേ? എല്ലാ അർത്ഥത്തിലും കാത്തിരിക്കാൻ വൈകടി പുല്ല്. ഒന്ന് ഒന്ന് മനസ്സിലാക്കിക്കൂടി ഈ മനസ്സ്. ഇങ്ങനെ ഇത്ര നേരത്തേക്ക് എണീറ്റ എന്തായാലും ഫ്രഷ് ആയിട്ട് താഴോട്ട് പോകും. ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്ര നേരത്തേക്ക് എണീക്കണേ. എന്തായാലും കൊള്ളാം. അച്ചു, നീ എണീറ്റോ? അച്ചു, എന്താ? നീ ഇത് ഏത് ലോകത്താ? എനിക്കൊരു കപ്പ് കോഫി കൊണ്ടുവരുമോ? ഞാനിപ്പോ കൊണ്ടുവരാം. അയ്യേ, നീ എന്താ ചെയ്തേ? അങ്ങനെന്ത് വിചാരിച്ചാണ്? ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചാണല്ലേ? മോശം മോശം, ഇമേജ് ഫുള്ളും പോയി. എന്തായാലും അങ്ങനെ എക്സസൈസിനാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. എടി, നീ ഒരു കാര്യം അറിഞ്ഞ? എന്ത്? അഗ്നി സാറിന്റെ കസിനാണ് ആശ്രയ. അയിനി എടി, അഗ്നി സാറിനെ വളയ്ക്കാൻ അവളോട് സഹായം ചോദിച്ചാ പോരെ? അത് നല്ല ഐഡിയ. വാ, ചോദിക്കാം. നിങ്ങൾ കോഫി കുടിക്കാണോ? ഞങ്ങളൊന്ന് ജോയിൻ ചെയ്തോട്ടെ. അതിനെന്താ, ഇരിക്കിങ്ങള്. ആശ്രയ, നിന്റെ കസിനാണല്ലേ അഗ്നി സാർ? എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുണ്ടല്ലോ. സംതിങ് ഫിഷി. അതെ, അഗ്നി സാറിന്റെ കസിനാണല്ലോ. എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. അഗ്നി സാറിന് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വളയ്ക്കാൻ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്റെ കെട്ടുവിനെ വളയ്ക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണല്ലേ? ഞാൻ കാണിച്ചു തരാം നിനക്ക്. അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അതിനിപ്പോ എന്താടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. താങ്ക് യു സോ മച്ച് ആശ്രയ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, കുറച്ച് പരിപാടി ഉണ്ടേ. നിനക്ക് എന്താടി ഭ്രാന്തായോ? നീ നിന്റെ സ്വന്തം കെട്ടിയോനെ ഈ സെറ്റാക്കി കൊടുക്കാൻ പോണേ? അതിനാര് സെറ്റാക്കി കൊടുക്കണേ? നീ ഒന്ന് തെളിച്ച് പറയോ? ഇത് അവൾക്കുള്ള ചെറിയ പണി മാത്രമാണ്. അങ്ങനെ. നിനക്ക് അങ്ങേരെ തന്നെ വേണോ നേടി? ഞാൻ ഇപ്പൊ തരാം. ഇങ്ങേരോട് ചോദിക്കണോ? വേണ്ടേ? ഇനിയിപ്പോ എന്തേലും വിചാരിക്കോ? ചോദിക്കണം. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, അത് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ അയറിങ്ങില്ലേ, അവളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അവള് നല്ല കുട്ടിയാണല്ലോ, ഇന്നസെന്റ് ആണ്. ഹോംവർക്ക് പറഞ്ഞ കൃത്യസമയത്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയും. നീ എന്തിനാ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരണം, ഞാൻ കിടക്കാൻ പോവാ. എന്റെ പെണ്ണിന് ഒട്ടും കുശുമ്പില്ലല്ലേ? എനിക്ക് ആരോടും കുശുമ്പില്ല. ഒന്ന് വീട് ഉറങ്ങണം. നിനക്കറിയോടി, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് നീയാ. അപ്പോൾ വേറെ പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? Nobody can love you the way I love you too. എനിക്കറിയാം നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അത് സമ്മതിക്കാൻ എൻ്റെ ബേബിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. വീട് തന്നെ, എനിക്ക് പോയി ഉറങ്ങണം. അത് പിന്നെ ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ നിന്റെ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചാ ഇനി അങ്ങോട്ട് എന്ത് പറയും?
പോണം. അന്ന് ഞാൻ കിസ് ചെയ്തപ്പോ നീ എന്താ എന്നെ തടയാതിരുന്നേ? അതിനർത്ഥം ഞാൻ കിസ് ചെയ്യണമെന്ന് നിനക്ക് ഇഷ്ടല്ലേ? പിന്നെ അങ്ങനെയൊന്നും അല്ല കേട്ടാ. പിന്നെങ്ങനെയാ? എങ്ങനെയും അല്ല, ഇപ്പൊ മാറിയില്ലേ എന്റെ സ്വഭാവങ്ങൾ അറിയും. എന്റെ പൊന്നു, നീ എന്നെ നോക്കി കൊല്ലൂ. ആ, ചിലപ്പോ ഞാൻ അതും ചെയ്യും. ഒന്നും പറയണ്ട. എന്താടി ഒരു കള്ളച്ചിരി? എന്ത് ചിരി? ഞാൻ ബുക്ക് വായിക്കാടാ. ആ, ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അഗ്നി സാർ. പിന്നെ അങ്ങേരോ ഒന്ന് പോയേടാ. അങ്ങേരോ കെട്ടിയോണല്ലടി അത്. അപ്പോ റൊമാൻറ്റിക്കലി ഏട്ടാന്നൊക്കെയല്ലേ വിളിക്കുക. തൽക്കാലം റൊമാൻറ്റിക്കലി വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആ പൊട്ടനെ. ഏട്ടാന്ന് പോലും. നിങ്ങളൊന്ന് പോയി തരൂ, എനിക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടണില്ല. വാ ഗൈസ്, നമുക്ക് പോവാ. അവൾക്ക് അവളുടെ ഏട്ടനെ ആലോചിക്കാനുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും. നീ കൊറേ നേരമായിട്ടാ നിക്കവിടെ, ഞാൻ നിന്നുണ്ടല്ലോ. നിക്കടാ അവിടെ, മര്യാദക്ക് നിന്നവിടെ. ഓ പിന്നെ ഒന്ന് പോടി. ഏയ് വെയിറ്റ് 1 മിനിറ്റ്. ദേ നിന്റെ ഏട്ടൻ. AK സാർ. എന്തോ? വാ സാർ, നമുക്ക് ബാസ്കറ്റ് ബോൾ കളിച്ചാലോ? ഡാടാ, എന്നോട് കളി വേണോ? ഞാൻ പണ്ടത്തെ ചാമ്പ്യനാ. എന്നാ കളിച്ചിട്ട് തന്നെ ഉള്ളു കാര്യം. സാറ് ബാ. ശരി ആയിക്കോട്ടെ, നീ ഈ ടീമില്, ഞാൻ ആ ടീമില്. പക്ഷെ എല്ലാം കഴിഞ്ഞ് തോറ്റിട്ട് കരയാൻ നിൽക്കരുത് കേട്ടോ. ആരാ കരയാൻ പോണേന്ന് നമുക്ക് നോക്കാം സാർ. Rest in peace. എന്നാ ഹോട്ടാടി അങ്ങേര്. മിക്കവാറും ഇങ്ങേരെ തട്ടിക്കൊണ്ടുപോയി ഞാൻ കിട്ടും. അതിനു മുമ്പ് അങ്ങേര് കെട്ടിയതാണെങ്കിലോ, എന്നാ അവളെ കൊന്നിട്ട് ഞാൻ ഇങ്ങേരെ കിട്ടും. അല്ലേലും ഇത്ര ഹോട്ടും സെക്സിയൊക്കെ ആയിട്ടുള്ള ചെക്കനെ ആരേലും വിടൂ? അങ്ങേരെ ഇരിപ്പ് നോക്കിക്കേടി, എൻ്റെ ചെക്കൻ തന്നെ അത്. അച്ചു, നീ എങ്ങോട്ടാ ഈ അച്ചു? അച്ചു, നിനക്ക് എന്നാ പറ്റിയേ? നീ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ? എൻ്റെ അച്ചു, നീ കണ്ണു അടച്ചിരിക്കാതെ എന്തേലും ഒന്ന് പറയോ? അച്ചു പ്ലീസ് ഗൈസ്, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കലേ. ഓൾറെഡി ഞാൻ നല്ല ദേഷ്യത്തില, ഒന്നും പറയാനുള്ള മൂഡിലല്ല. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ എൻ്റെ അവർ മാത്സ് എടുത്തതുകൊണ്ട് മാത്സ് അവർ നിങ്ങൾക്ക് ഞാനാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ എടുത്താലോ? ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്.
മേ ഐ കമ്മിങ് സർ? യെസ് സർ, ആനുവൽ ഡേ വരാറായില്ലേ, അപ്പോൾ പ്രാക്ടീസിന് ആശ്രയനെ വിളിക്കാൻ വന്നാ ഞാൻ. ക്ലാസ് ടൈമിലാണോ നിങ്ങളുടെ പ്രാക്ടീസ്? അയ്യോ സർ, അങ്ങനെയൊന്നും പറയില്ലേ. ഞങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ആശ്രയില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. അവളാണ് മെയിന്. പ്ലീസ് സർ, ഞാൻ പൊക്കോട്ടെ ഏട്ടൻ്റെ കൂടെ. പ്ലീസ് സർ, അവളില്ലാതെ പറ്റാത്തോണ്ടല്ലേ. സർ പ്ലീസ്. പൊക്കോ. താങ്ക് യു സോ മച്ച് സർ. സർ എന്താടാ താൻ ഇവിടെ? ഹെൽപ്പിനാണോ? അത് പിന്നെ സർ, എൻ്റെ സ്കൂട്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ സാർ ഒരു ലിഫ്റ്റ് തരുമോ ചോദിക്കാൻ. അതിനെന്താടോ, വാ, ഇതൊക്കെ ചോദിക്കാനുണ്ടോ? അച്ചു, നീ എങ്ങോട്ടാ ഈ പോണേ അച്ചു? ഈ പെണ്ണിത് എങ്ങോട്ടാ അച്ചു? ജിത്തു, ഞാനുണ്ട്, എന്നെയും കൊണ്ടുപോകും. അപ്പൊ AK സർ? നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? വാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അവള് ദേഷ്യത്തിലാണല്ലോ പോയിരിക്കണേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഐറിൻ, താൻ ഓട്ടോ വിളിച്ച് വെക്കോ, എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. ഹലോ, എന്താ അമ്മേ? മോനെ, അച്ഛൻ്റെ കാറിന് എന്തോ പ്രോബ്ലം. നീ വരുമ്പോ അച്ഛനെയും കൂട്ടിട്ട് വാട്ടോ. ശരി. ഓ ഗോഡ്, അവളിനി രാത്രി കാണാനേ പറ്റുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ? അച്ചു, നിങ്ങൾ വന്നു. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്റെ മാത്രം. ഞാനുള്ളപ്പോൾ നിങ്ങൾ വേറെ ഒരു പെൺകുട്ടികളെ നോക്കാൻ പാടില്ല, മനസ്സിലായോ? പിന്നെ ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടം. ഞാൻ ഇന്ത്യന്ന് കരുതിയത് ആർക്കും ഷെയർ ചെയ്യാറില്ല. യുവർ മൈൻ. നിങ്ങളെ ഞാൻ ആർക്കും ഷെയർ ചെയ്യില്ല, മനസ്സിലായോ? ഞാനുള്ളപ്പോൾ നിങ്ങൾ വേറെ വല്ല പെൺകുട്ടികളെ നോക്കിയാലുണ്ടല്ലോ, കൊല്ലും, മനസ്സിലായോടാ? അച്ചു, ഐ ലവ് യു. ലവ് യു ടു ഏട്ടാ. ഇനി ഞാൻ നിൽക്കുമ്പോ വേറെ പെണ്ണുങ്ങളോട് മിണ്ടോ? എന്തിനാ ചിരിക്കുന്നത്? കാര്യം പറ. നീയല്ലേ എനിക്ക് എല്ലാം, പിന്നെന്തിനാ വേറെ പെണ്ണ്? മോളെ, കഴിക്കാൻ വാ. ഞാൻ താഴെ ഉണ്ടാവും ട്ടാ. അവനെയും വിളിച്ചോ. അമ്മ കഴിക്കാൻ വിളിക്കണം. പോണോ? പോണ്ട പ്ലീസ്. അയ്യടാ, പോവാതെ. വന്നേ ഫുഡ് കഴിക്കാം. ശരി, ബാക്കി ഇനി ഫുഡ് ടേസ്റ്റ് ആവാം അല്ലേ? അത് മോൻ്റെ മനസ്സിൽ വെച്ചാൽ മതി.
से जब से दिल को मेरे तू लगा है, नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तूने क्यों ठगा है। जब सांसें भरूं मैं बंद, आंखें करूं मैं नजर, जो तू आया दिल को करार आया, तुझ पे प्यार आया, पहली पहली बार आया ओ यारा। जरा जरा बहकता है, महकता है आज तो मेरा तन बदन, मैं प्यासा हूँ मुझे भर ले अपनी बाहों में, मेरी कसम तुझको सनम दूर कहीं ना जा, ये दूरी कहती है। എന്താ ഇങ്ങനെ നോക്കുന്നേ? എണീക്കണ്ടേ? എന്തായാലും അച്ഛനും അമ്മയും അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ. സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, സിറ്റ് ഡൗൺ. അല്ല സർ, ആശ്രയ എവിടെ? സാറിൻ്റെ കസിനല്ലേ? ആരാ പറഞ്ഞ അവളിൻ്റെ കസിനാണെന്ന്? ഷീസ് മൈ വൈഫ് ആൻഡ് അവള് 1 month പ്രഗ്നൻ്റ് ആണ്. സോ അതാ വരാത്ത. സാർ പണി പറ്റിച്ചു. ട്രീറ്റ് വേണം കേട്ടോ സാർ. ഉറപ്പായിട്ടും തരും ട്രീറ്റ്. ഏട്ടാ, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോ? എന്ത് സാധനം? അപ്പൊ വാങ്ങിയില്ലേ? ഞാൻ രാവിലെ പോകുമ്പോ മസാല ദോശ വാങ്ങാൻ പറഞ്ഞാണല്ലോ. എനിക്ക് വേണം, വിശക്കണു. മസാല ദോശയോ? നീ എപ്പോ പറഞ്ഞ്? ഏട്ടാ, വരുമ്പോ മസാല ദോശ വാങ്ങിച്ചിട്ട് തരണേ. എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നു. അതിനിപ്പോ എന്താ, ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാം. അപ്പൊ ഓക്കെ, സെറ്റ്. അയ്യോ, ഞാൻ മറന്നുപോയി. സോറി 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 സോറി. എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരാതെ നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ഓ അയ്യോ സോറി, ഞാൻ മറന്നു പോയോണ്ടല്ലേ. ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കേ. നാളെ ഞാൻ ഉറപ്പായും വാങ്ങിച്ചു തരാം. നാളെ നിങ്ങൾ നിങ്ങളുടെ മറ്റവൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. ഏയ് പിണങ്ങല്ലേ പിണങ്ങല്ലേ. നോക്ക്, നിന്റെ പിണക്കാൻ മാറ്റാൻ നമുക്ക് മസാല ദോശയും കഴിക്കാൻ പോവാ, സിനിമയ്ക്കും പോവാ, പോരെ? എന്നെ പറ്റിക്കരുത്, ശരിക്കും കൊണ്ടുപോകും. സത്യം, ശരിക്കും കൊണ്ടുപോവാലോ. പോയി റെഡി ആയിട്ട് വാ. ശരിക്കും സിനിമയ്ക്ക് പോവാലോ. ഞാൻ സിനിമയ്ക്ക് പോവാണല്ലോ. എടി മെല്ലെ പോ. നീ മാത്രമൊന്നല്ല, നമ്മുടെ കുഞ്ഞുണ്ട്. മെല്ലെ പോ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ നോക്കിക്കേ, ഞാൻ മെല്ലെ പോകുന്നേ. എന്താ മോനെ കഴിക്കാൻ വേണ്ടേ? 2 മസാല ദോശ എടുത്തോ ചേട്ടാ. ശരി മോനെ. മൂവി തുടങ്ങാൻ എന്തായാലും ഇനി ടൈമുണ്ട്. അതുകൊണ്ട് നമുക്ക് മസാല ദോശ കഴിച്ചിട്ട് പോവാം. ഡബിൾ ഓക്കെ.